ഇന്ന് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻസിൻ്റെ സെക്കൻഡ് സെക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ മെൻസ്ട്രൽ സൈക്കിള്, ഫെർട്ടിലൈസേഷൻസ് ഡെവലപ്മെൻറ്റ്, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, പ്രഗ്നൻസി ഓർ പാർച്ചുറേഷൻസ്, ലാക്ടേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്: നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് ടു വേർഡ്സ് ആൻഡ് സജസ്റ്റ് ദി സ്യൂട്ടബിൾ വേർഡ്സ് ഫോർ ദ ഫോർത്ത് പ്ലേസ്. ഇവിടെ രണ്ട് റിലേഷൻഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഒന്നാമത്തേത് ക്ലിയർ എന്ന് പറയുന്നത് the first menstruations begins at puberty is called menarche. menarche എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. മെന്നാർക്കി, മെനോപോസും ചോദിക്കാം. സെക്കൻഡ് നമ്മൾ ഫില്ല് ചെയ്യണം. ഇൻ ഹ്യൂമൻ ബീയിങ്സ് മെൻസ്ട്രൽ സൈക്കിൾ സീസസ് അറൗണ്ട് 50 years ഓഫ് ഏജ് ഈസ് കോൾഡ് ഡാഷ്. അവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. അതിന് മെനോപോസ് ഫില്ല് ചെയ്യേണ്ടുന്നത് മെനോപോസ് എന്നാണ്. മെനോപോസ് ആണ് ഇവിടെ ഫില്ല് ചെയ്യുന്നത്. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ മെന്നാർക്കി ആൻഡ് മെനോപോസ് എന്നും ചോദിക്കാം. ഇങ്ങനെ ജോഡികളായിട്ടും ചോദിക്കാം. അപ്പം നമുക്ക് ആൻസർ മെനോപോസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ്: ഡയഗ്രാം ഷോ ദ ഹ്യൂമൻ ഫീറ്റസ് വിതിൻ ദി യൂട്രസ് ലെവൽ എ ബി സി ആൻഡ് ഡി. ഇത് എംബ്രിയോണിക് ഡെവലപ്മെന്റ്സിനകത്ത് നിന്ന് ഉള്ള ഒരു ഡയഗ്രാമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനകത്ത് നമ്മുടെ എംബ്രിയോ വിതിൻ ദ യൂട്രസിലുള്ള ഡയഗ്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് എയും ബിയും സിയും ഡിയും എല്ലാം നമ്മൾ മാർക്ക് ചെയ്യണം. എ എന്ന് പറയുന്നത് കോറിയോണിക് വില്ലേ ഓർ പ്ലാസെന്റൽ വില്ലയാണ്. എ എന്ന് പറയുന്നത് കോറിയോണിക് വില്ലൈ, അല്ലെങ്കിൽ നമ്മൾ പ്ലാസെന്റൽ വില്ലൈ എന്നും പറയും, ഓർ പ്ലാസെന്റൽ വില്ലൈ. ബി എന്ന് പറയുന്നത് യോക്ക് സാക്ക് ആണ്. യോക്ക് സാക്ക്. സി എന്ന് പറയുന്നത് എംബ്രിയോയാണ്. എംബ്രിയോ. ഡി കൊടുത്തിട്ടുണ്ട്. ഡി എന്ന് പറയുന്നത് അംബലിക്കൽ കോഡ് വിത്ത് ബ്ലഡ് വെസൽസ് ആണ്. അംബലിക്കൽ കോഡ് വിത്ത് ബ്ലഡ് വെസൽസ് അടങ്ങിയ അംബലിക്കൽ കോഡാണ്. അതായത് എംബ്രിയോ വിതിൻ്റെ പ്രഗ്നന്റ് ലേഡിയുടെ യൂട്രസിലെ ക്രോസ് സെക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എയും ബിയും സിയും ഡിയും മാർക്ക് ചെയ്യണം. അത് എംബ്രിയോണിക് ഡെവലപ്മെന്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. ഡ്യൂറിങ് പ്രഗ്നൻസി ദ ലെവൽ ഓഫ് ഹോർമോൺസ് ലൈക്ക് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോജൻസ്, cortisol, prolactin, thyroxines, etc. are increased in several fold in maternal blood. What is the role of it? പ്രഗ്നൻസിക്കകത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ചേഞ്ചസുകൾ ഉണ്ടാകുന്ന സമയത്ത് ഹോർമോൺസുകളായിട്ടുള്ള ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും പ്രൊലാക്റ്റിൻ്റെയും തൈറോക്സിൻ്റെ ഒക്കെ ലെവല് വളരെ മടങ്ങ് വർദ്ധിക്കാറുണ്ട്. അത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇറ്റ്? ഒന്നാമത്തേന്ന് പറയുന്നത് സപ്പോർട്ട് ഫീറ്റൽ ഗ്രോത്തിനെ സപ്പോർട്ട്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സപ്പോർട്ടിങ് ഫീറ്റൽ ഗ്രോത്ത്. വളരുന്ന കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യം, അതിനെ വളരുന്ന കുഞ്ഞിനെ ഫീറ്റലിൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും, വളർച്ചയെ സപ്പോർട്ട് ചെയ്യും. രണ്ടാമത്തേത് മെറ്റബോളിക് ചേഞ്ചസ് ഇൻ മദർ. ക്യാരിയിങ് സമയത്ത് ഒരുപാട് മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടാവും. ചേഞ്ചസ് ഇൻ മെറ്റബോളിക് ആക്ടിവിറ്റി ഇൻ മദർ. അമ്മയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. മൂന്നാമത്തത് മെയിൻറ്റെയിൻ പ്രഗ്നൻസി ഓർ മെയിൻ്റനൻസ് ഓഫ് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇതാണ് ഈ ഹോർമോൺസുകൾ പ്രഗ്നൻസി പീരീഡിൽ ഈ പറഞ്ഞ ഹോർമോൺസുകളുടെ ലെവല് സെവറൽ ഫോൾഡ്
കൂടുതലായിട്ട് മടങ്ങിൽ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം. വാട്ട് ഇസ് എ റോൾ? ആ റോളാണ് ഈ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. എംബ്രിയോണിക് ഡെവലപ്മെന്റൽ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്സ് ആണ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്സും അതിനകത്തുള്ള ജസ്റ്റേഷൻ പീരീഡിലുള്ള വീക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈമീസ്റ്റർ, സെക്കൻഡ് ട്രൈമീസ്റ്റർ, തേർഡ് ട്രൈമീസ്റ്റർ, 3 ട്രൈമീസ്റ്റർ ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്സിലുള്ളത്. ആദ്യത്തെ 3 മാസത്തെയാണ് നമ്മൾ ഫസ്റ്റ് ട്രൈമീസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രണ്ട് കോളം ഉണ്ട്. കോളം എയും കോളം ബിയും കൊടുത്തിട്ടുണ്ട്. കോളം എയിൽ ഓരോ ഫസ്റ്റ് മന്ത്, എൻഡ് ഓഫ് ദി സെക്കൻഡ് മന്ത്, എൻഡ് ഓഫ് ദി 12 വീക്ക്, 5th മന്ത്. കോളം ബി അതിന് മാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് മന്ത്, ആദ്യത്തെ മാസം ഹാർട്ട് ഈസ് ഫോംഡ്. ഹാർട്ടാണ് ഫോം ചെയ്യുന്നത് ഫസ്റ്റ് മന്തിൽ. ഹാർട്ട് ഈസ് ഫോംഡ്. ആൻഡ് എൻഡ് ഓഫ് ദ സെക്കൻഡ് മന്ത്, രണ്ടാം മാസത്തിന്റെ അവസാനം അത് എൻഡ് ഓഫ് ദി സെക്കൻഡ് മന്ത്. സെക്കൻഡ് മന്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ആഴ്ച വരും? ഒരു മന്ത് 4 വീക്ക്. അപ്പൊ സെക്കൻഡ് മന്ത് എന്ന് പറയുമ്പോൾ 8 വീക്ക് ആകുമ്പോഴത്തേക്കും ദ ലിംസ് ഡെവലപ്പ് ലിംസ് ആൻഡ് ഡിജിറ്റ്. കൈയും കാലുകളിലും ഡെവലപ്പ് ചെയ്യും, ലിംസ് ഡിജിറ്റും ഡെവലപ്പ് ചെയ്യും. ഇനി എൻഡ് ഓഫ് ദി 12 വീക്സ് എന്ന് പറഞ്ഞാൽ 12 ആഴ്ചയാണ്. ഒരു മാസം 4 ആഴ്ചയാണുള്ളത്. അപ്പം 4 × 3. അപ്പം അതിനെ നമ്മൾ ഫസ്റ്റ് ട്രൈമീസ്റ്റർ എന്നാണ് പറയുന്നത്. 12 വീക്കിൻ്റെ എന്തിനെയാണ് ഫസ്റ്റ് ട്രൈമീസ്റ്റർ എന്നും പറയും. അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കണം. വീക്ക്, ഫസ്റ്റ് ട്രൈമീസ്റ്റർ, ആദ്യത്തെ 3 മാസം, 3 മന്ത്, ഫസ്റ്റ് 3 മന്ത്. അതായത് എത്ര വീക്ക് എന്ന് ചോദിച്ചാൽ മാസം 4 വീക്ക് വെച്ച് 3 മന്ത് ആകുമ്പോൾ 12 വീക്ക് ആണ് ഫസ്റ്റ് ട്രൈമീസ്റ്റർ. സെക്കൻഡ് ട്രൈമീസ്റ്റർ എന്ന് പറഞ്ഞാൽ അടുത്ത 3 മന്ത്, അതായത് 4, 5, 6, അപ്പോൾ എന്ന് പറഞ്ഞാൽ 6, മൊത്തത്തിൽ 6 × 4 24 വീക്ക് വരും. 24 വീക്ക് സെക്കൻഡ് ട്രൈമീസ്റ്റർ. തേർഡ് ട്രൈമീസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ, ബാക്കി മാസം 7, 8, 9, അപ്പം മൊത്തത്തിൽ 9 മാസം. 9 × 4 ദാറ്റ് ഈസ് 9 × 4 32 വീക്ക്. ദാറ്റ് ഈസ് എ കംപ്ലീറ്റ് ഡെവലപ്മെന്റ്സ് ഓഫ് ദി ടോട്ടൽ ഡ്യൂറേഷൻസ് ഓഫ് ദി fetal developments. 32 week, 36 week. 9 × 4 36 week ആണ് മൊത്തത്തിൽ. 36 വീക്ക് ആണുള്ളത്. അപ്പോൾ അത് ഓരോന്ന് ഓർക്കുക. അടുത്തത് എൻഡ് ഓഫ് ദ 12 വീക്സ് എന്ന് പറഞ്ഞാൽ 3 മാസം പൂർത്തിയാവും. അതാണ് ഫസ്റ്റ് ട്രൈമീസ്റ്റർ. അപ്പോൾ എന്ത് ചെയ്യും? ലിംസ് ആൻഡ് എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻസ് ആർ വെൽ ഡെവലപ്ഡ്. ഈ ഡെവലപ്പ് ചെയ്ത കൈകാലുകളും എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻസും ഒക്കെ വെൽ ഡെവലപ്ഡ് ആവും. 5th മന്ത്, 5ാം മാസം ആകുമ്പോഴത്തേക്കും മൂവ്മെന്റ്സ്, ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ദ ഫീറ്റസ്, നമ്മുടെ NCERT ടെസ്റ്റിലുള്ള അതേയാണ് ഡെവലപ്മെന്റിൽ ഓരോരോ സ്റ്റേജാണ്. ഫസ്റ്റ് മൂവ്മെന്റ്സ് ഓഫ് ദി ഫീറ്റസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ഹെഡ്. ഹെയറിൽ അപ്പിയർ ചെയ്യും, ഹെഡിനകത്ത് ഹെയർ അപ്പിയർ ചെയ്യും. ആദ്യമായിട്ട് ഫീറ്റസ് മൂവ് ചെയ്യുകയും ചെയ്യും തുടങ്ങും. അപ്പം അതാണ് ആ മാച്ച് ദ ഫോളോയിങ്സിനകത്ത് എഴുതേണ്ടുന്നത്. അപ്പം ഈ മാച്ച് ദ ഫോളോയിങ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസിന് എഴുതിയിട്ട് കറക്റ്റായിട്ട് താഴെ എഴുതണം. ഫസ്റ്റ് മന്ത് ഹാർട്ട് ഈസ് ഫോംഡ് താഴെയായിട്ട് എഴുതണം. ഫസ്റ്റ് മന്ത് ഹാർട്ട് ഈസ് ഫോംഡ്. നെക്സ്റ്റ് end of second month develops limbs and digit. Next end of 12 week, അതാണ് ഫസ്റ്റ് ട്രൈമീസ്റ്റർ എന്ന് പറയുന്നത്. ചിലപ്പോൾ 12 വീക്സ് എന്നല്ലായിരിക്കും തരുന്നത്, ഫസ്റ്റ് ട്രൈമീസ്റ്റർ എന്നായിരിക്കും തരുന്നത്. അപ്പം നമ്മൾ എഴുതണം 12 വീക്സ് or first trimester, limbs and external genitalia or external genital organs developed. Next, 5th month
First movement of fetus. First movement of fetus and appearance of hair on head. An appearance of hair on head. Headil hair develop. Okay. അതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് സ്ഥിരം എക്സാമിനേഷൻസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രസൻസ് ഓർ ദി ആബ്സെൻസ് ഓഫ് ദ ഹൈമൻ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി ഓർ സെക്ഷൽ എക്സ്പീരിയൻസസ്. കന്യാചർമ്മം എന്ന് പറയുന്നത് ഒരു റിലയബിൾ ഇൻഡിക്കേറ്റർ അല്ല എന്നാണ് പറയുന്നത്, കന്യകയാണെന്ന് തെളിയിക്കുന്നുണ്ട്. ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്സ്? ഈ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? അതുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. യെസ്, എഗ്രി ചെയ്യുന്നുണ്ട്. കാരണം it is not a reliable indicator. The hymen is often torn during first coitus. First coitus often torn during first coitus ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാറുണ്ട്. അല്ല എങ്കിൽ ഇൻസേർഷൻ ഓഫ് വെജൈനൽ ടാമ്പൻ, വജൈനയിലേക്ക് എന്തെങ്കിലും ടാമ്പൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ തിൻ മെംബ്രെയിൻ ബ്രേക്ക് ഡൗൺ ചെയ്യാറുണ്ട്. അതുപോലെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് ഐറ്റംസിലൊക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഈ ഹൈമൻ ബ്രേക്ക് ഡൗൺ ചെയ്യാറുണ്ട്. or the active participations like horseback riding ആകാം, സൈക്ലിംഗ് ആകാം, horseback riding ആകാം, സൈക്ലിംഗ്, അങ്ങനെയുള്ള സ്പോർട്സ് ഐറ്റംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുന്ന ലേഡീസിൻ്റെ ഈ ഹൈമൻ ബ്രേക്ക് ഡൗൺ ചെയ്യാറുണ്ട്. അതുപോലെ ചില വിമൻസിനകത്ത് ഈവൻ ആഫ്റ്റർ ഫസ്റ്റ് കോയിറ്റസ്, ചില ലേഡികളിൽ ആഫ്റ്റർ ഫസ്റ്റ് കോയിറ്റസിന് ശേഷവും ഹൈമൻ പെർസിസ്റ്റ് ചെയ്യാറുണ്ട്. പെർസിസ്റ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. സാധാരണ ഫസ്റ്റ് കോയിറ്റസിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ അത് ചില വിമൻസിനകത്ത് ദിസ് മെംബ്രെയിൻ പെർസിസ്റ്റ് ഈവൻ ആഫ്റ്റർ ഫസ്റ്റ് കോയിറ്റസ്. സോ ഹൈമൻ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. Because hymen is not a reliable indicator of virginity, because hymen is often torn during first coitus. Active participations in sports items like horseback riding, bicycling or cycling. In some women, hymen is persist even after first coitus. ഇതെല്ലാം ശേഷം ചില ആൾക്കാരിൽ നിൽക്കാറുണ്ട്. ഹൈമൻ സാധാരണ ഫസ്റ്റ് കോയിറ്റസിലാണ് ബ്രേക്ക് ചെയ്യുന്നത്. ആക്റ്റീവ് പാർട്ടിസിപ്പേഷനിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരിലും ഹൈമൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകാറുണ്ട്. ചില ആൾക്കാരിൽ ഫസ്റ്റ് കോയിറ്റസിന് ശേഷവും ഫിസിയോളജിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഹൈമൻ പെർസിസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഹൈമൻ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് സെക്ഷൽ എക്സ്പീരിയൻസസ് ഓർ വെർജിനിറ്റി എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെൻസ്ട്രൽ സൈക്കിൾ ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ. ഓൾ ഫീമെയിൽ പ്രൈമേറ്റ് മാമൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് റീപ്രൊഡക്റ്റീവ് സൈക്കിളാണ് മെൻസ്ട്രൽ സൈക്കിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിനേഷൻസിന് സ്ഥിരമായി ചോദിക്കുന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. ഡിസ്ക്രൈബ് ദി ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, അതുപോലെ ഡ്രോ ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, ആൻഡ് വാട്ട് ആർ ദ ചേഞ്ചസ് ഒക്കറിങ് ഇൻ ദി ഈച്ച് ഫേസ് ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ. അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ എടുത്ത ക്വസ്റ്റ്യൻ, ദ ഗ്രാഫ് ഗിവൺ ബിലോ ഷോ ദ ഒവേറിയൻ ഈവൻസ് ആൻഡ് ഒവേറിയൻ ഹോർമോൺ ലെവൽ ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. ഇപ്പോൾ ഇവിടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നും ഇതിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഒന്നാമത്തത് നെയിം ദ ഹോർമോൺ എ ആൻഡ് ബി. ഇവിടെ എ എന്ന് പറയുന്ന ഹോർമോൺസും ബി എന്ന് പറയുന്ന ഹോർമോൺസിൻ്റെ പേരെഴുതണം. നമുക്കറിയാം എ എന്ന് പറയുന്ന ഹോർമോൺസ് ലൂട്ടിയൽ ഫേസിലാണ് പീക്ക് ലെവലിലേക്ക് പോകുന്നത്. അത് കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ആ
ഹോർമോൺസ് ലെവൽ കൂടുന്നത്. കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണെന്ന് നമുക്കറിയാം. ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോൺ ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോജൻ ആണ്. പ്രൊജസ്ട്രോജൻ. ബി എന്ന് പറഞ്ഞാൽ ഓവുലേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. അത് രണ്ടും ഒവേറിയൻ ഹോർമോൺസ് ആണ്. ഓവറിയിൽ ഉണ്ടാകുന്ന ഹോർമോണാണ് ഇത് രണ്ടും. ബി ഈസ്ട്രോജൻ ആണ്. ബി ഈസ്ട്രോജൻ. അതിൻ്റെ ലെവല് ഓവുലേഷൻ പീരീഡിലാണ് പീക്കായിട്ട് കാണിക്കുന്നത്. അപ്പം ബി എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ ആണ്. സെക്കൻഡ് പാർട്ട്, റൈറ്റ് ദ ഒവേറിയൻ ഈവൻസ് ഡ്യൂറിങ് ഓവുലേറ്ററി ഫേസ്. ഓവുലേറ്ററി ഫേസിലുള്ള ഒവേറിയൻ ഈവൻസ് എഴുതാനാണ് പറയുന്നത്. ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത് 14th ഡേ ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിന്റെ 14th ഡേയിലാണ് ഒവേറിയൻ സൈക്കിൾ നടക്കുന്നത്. ഒവേറിയൻ സൈക്കിൾ നടക്കുന്ന ഈവൻസ് ഓർ ഒവേറിയൻ ഈവൻസ് ഡ്യൂറിങ് ഓവുലേറ്ററി ഫേസ്. ഓവുലേറ്ററി ഫേസിലുള്ള ഒവേറിയൻ ഈവൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ദ ലെവൽ ഓഫ് ദി ഈസ്ട്രോജൻ, ഈസ്ട്രോജന്റെ ലെവൽ കൂടും. അതേപോലെ പിറ്റ്യൂട്ടറി ഹോർമോൺസുകളുടെ ലെവലും കൂടും. LH പിറ്റ്യൂട്ടറി ഹോർമോൺസുകളുടെ, അത് ഡയഗ്രത്തിൽ തന്നിട്ടുള്ള പിറ്റ്യൂട്ടറി ഹോർമോണായ LHന്റെ ലെവലും ഇൻക്രീസ് ചെയ്യും, റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ LH ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ മെച്ചുവർ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുകയും ആ ഫോളിക്കിൾ പൊട്ടിയിട്ട് ആ ഗ്രാഫിയൻ ഫോളിക്കിൾസിൽ നിന്നും ഓവം റിലീസ് ചെയ്യും. അതിന് LH സർജ് എന്നാണ് പറയുന്നത്. LH സർജ്. അപ്പോൾ അത് അവിടെ എഴുതണം. അതാണ് ഈ ഈവൻസിലുള്ളത്. ഇപ്പം ഡ്യൂറിങ് ദി ഓവുലേറ്ററി ഫേസ് or the 14th day of the menstrual cycle, the Graafian follicle changes from the primary to a mature follicle called a Graafian follicle. The ovarian hormones estrogen level increases in the blood of the female. As a result, the pituitary hormone LH level rapidly increase and attain the peak level in the midday of the cycle. That is called LH surge. അതാണ് അവിടെ കമന്റ് ചെയ്യുന്നത്. അതുപോലെ പല ഫേസുകളുണ്ട്. ഫസ്റ്റ് ഫേസ് മെൻസ്ട്രൽ ഫേസ് ആണ്. സെക്കൻഡ് ഫേസ് ഈസ് കോൾഡ് ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നെ പഠിക്കാം. പേര് തന്നെ അങ്ങനെയാണ് പറയുന്നത്. പ്രീ ഓവുലേറ്ററി ഫേസ്, ഓവുലേഷന് മുമ്പുള്ളത്, അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസ് എന്ന് നമ്മൾ പറയും, ഓർ പ്രൊലിഫറേറ്റീവ് ഫേസ് എന്ന് പറയും. മൂന്നാമത്തെ ഫേസ് ഓവുലേഷൻ നടക്കുന്ന ഫേസ്, ഓവം റിലീസ് ചെയ്യുന്ന ഫേസ് ആയതുകൊണ്ട് അതിന് ഓവുലേറ്ററി ഫേസ് എന്ന് പറയും. നാലാമത്തെ ഫേസ്. ഇനി അഞ്ചാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഓവുലേഷൻ, നാലാമത്തെ ഫേസ് ഓവുലേഷന് ശേഷമുള്ള ഫേസ്, കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്ന ഫേസ്. അതിനെ നമ്മൾ ലൂട്ടിയൽ ഫേസ് ഓർ സെക്രീറ്ററി ഫേസ് എന്ന് പറയും. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫോർത്ത് ഫേസ് ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. ചിലപ്പോൾ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പല ലെവൽ ഓഫ് ഹോർമോൺസുകളുടെ ലെവൽ തന്നിട്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം ഇതേപോലെ. അല്ലെങ്കിൽ ഡിഫൈൻ LH സർജ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ആക്ഷൻസ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഹോർമോൺ ആൻഡ് ഒവേറിയൻ ഹോർമോൺസ് ഡ്യൂറിങ് ദി മെൻസ്ട്രൽ സൈക്കിൾ. അങ്ങനെ പല പല ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾക്കും നമുക്ക് അവിടെ നിന്നും ചോദിക്കാം. അപ്പം നമ്മുടെ ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൂടിയാണ് മെൻസ്ട്രൽ സൈക്കിൾ. അതിലെ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, എ ഫങ്ഷണൽ മമേറി ഗ്ലാൻഡ്സ് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾ ഫീമെയിൽ മാമൽസ്. എല്ലാ ഫീമെയിൽ മാമൽസുകളുടെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഫങ്ഷണൽ മമേറി ഗ്ലാൻഡ്. പുട്ട് ദ മമേറി ഗ്ലാൻഡ്സ് ഡക്ട് ഇൻ ദ പ്രോപ്പർ ഓർഡർ സോ ദാറ്റ് ദ മിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് എക്സ്പെൽഡ് ഫ്രം ദം. അപ്പോൾ മമേറി ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മമേറി ഗ്ലാൻഡ്സിൻ്റെ സ്ട്രക്ചർ, അതുപോലെ മമേറി ഗ്ലാൻഡ്സിൽ നിന്നും മിൽക്ക് ഇജക്റ്റ് ചെയ്യുന്ന പാത്വേ ആണ്. അപ്പോൾ അതിനിവിടെ കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണെന്ന്. മമേറി ട്യൂബ്യൂൾ, ആൽവിയോളൈ, മമേറി ആംബ്യൂളൈ, ലാക്ടിഫറസ് ഡക്റ്റ് ആൻഡ് മമേറി ഡക്റ്റ്. അപ്പം മമേറി ലോബിൽ നിന്നും മമേറി ട്യൂബ്യൂൾ ഉണ്ടാവും. അതാ പാത്വേ. മമേറി ലോബാണ് ആദ്യം ഉള്ളത്. മമേറി ലോബിനകത്ത് ഒരുപാട് മമേറി ട്യൂബ്യൂൾസ് ഉണ്ട്. ഒരുപാട് മമേറി ട്യൂബ്യൂൾസുകൾ ചേർന്ന് മമേറി ആൽവിയോളയായി മാറും. ഈ മമേറി ആൽവിയോളെ മമേറി ഡക്റ്റ് വഴി ഒഴുകും. മമേറി ഡക്റ്റ്. ഇങ്ങനെയുള്ള ഒരുപാട് മമേറി ഡക്റ്റുകൾ ചേർന്ന് മമേറി ആംബ്യൂളയായിട്ട് മാറും. മിൽക്ക് സ്റ്റോർ ചെയ്യുന്ന പാത്വേ ആണ്. അങ്ങനെയുള്ള മമേറി ആംബ്യൂളകളെ കണക്ട് ചെയ്ത് നിപ്പിളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡക്റ്റാണ് ലാക്ടിഫറസ് ഡക്റ്റ്.
ഈ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യണം മിൽക്ക്. അതെപ്പോഴും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ട് ദ ഫ്ലോ ചാർട്ട് ഫോർ ദ കണ്ടക്ഷൻസ് ഓഫ് ദി മിൽക്ക് ഫ്രം ദി മമേറി ഗ്ലാൻഡ്. മമേറി ലോബിനകത്ത് മമേറി ട്യൂബ്യൂൾസ് ജോയിൻ ചെയ്ത് മമേറി ആൽവിയോളെ അല്ലെങ്കിൽ ആൽവിയോളെ എന്ന് പറയും. ആ ഒരുപാട് മമേറി ആൽവിയോളെ ചേർന്നിട്ട് മമേറി ഡക്റ്റായിട്ട് മാറും. മമേറി ഡക്റ്റ് മമേറി ആംബ്യൂളയായിട്ട് മാറും. മമേറി ആംബ്യൂളകൾ ചേർന്നിട്ടാണ് ലാക്ടിഫറസ് ഡക്റ്റ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ഫ്ലോ ചാർട്ട് ഓഫ് ദി കണ്ടക്ഷൻസ് ഓഫ് ദി മിൽക്ക് ഇൻ ദി മമേറി ഗ്ലാൻഡ്. മമേറി ഗ്ലാൻഡിൻ്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടും ഈ പാർട്ടുകൾ ലേബൽ ചെയ്യാൻ ചോദിക്കും. മമേറി ഗ്ലാൻഡ്സിനെ ബ്രസ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽസിൻ്റെ പേര് ചോദിക്കാം. പെറ്റോറാലിസ് മേജർ മസിൽസാണ് റിബ്സുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. എക്സ്പ്ലെയിൻ ദ പ്രൊഡക്ഷൻസ് ഓഫ് മിൽക്ക് ഇൻ മമേറി ഗ്ലാൻഡ്സ് എന്നും ചോദിക്കും. ഓക്കെ, അങ്ങനെയുള്ള പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആൻസർ ദ ഫോളോയിങ്. The average durations of human pregnancy is about 9 months, which is called a dash period. നമ്മൾ ഗർഭകാലം എന്നാണ് പറയുന്നത്. ആ പീരീഡിൻ്റെ പേര് ജസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അവിടെ ഫില്ല് ചെയ്യുന്നത് ജസ്റ്റേഷൻ എന്നാണ്. ജസ്റ്റേഷൻ പീരീഡ് എന്നാണ് പറയുന്നത്. The dash of the blastocyst contains certain cells called stem cells which have the potency to give rise to all tissues and organs. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റോസിസ്റ്റിന് 2 ലെയർ ഓഫ് സെൽസ് ഉണ്ട്. ഏറ്റവും പുറത്തിരിക്കുന്ന സെല്ലിനെ ട്രോപ്പോബ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. ഔട്ടർ ലെയറിനെ ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയും. അതുപോലെ ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെൽസ്, അകത്ത് ഇരിക്കുന്ന ഒരു കൂട്ടം സെൽസ് ഉണ്ട്, അതിനെ നമ്മൾ ഇന്നർ സെൽമാസ് എന്നാണ് പറയുന്നത്. ആ ഇന്നർ സെൽമാസിന് നമ്മൾ സ്റ്റെം സെല്ലെന്നും പറയും. അതിനെല്ലാ ഓർഗൻസുകളായിട്ട് മാറാനുള്ള കഴിവുണ്ട്. ഇത് ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റിനകത്ത് സെല്ലുകൾ 2 ലെയറിലാണ്. ഔട്ടർ ലെയർ ട്രോപ്പോബ്ലാസ്റ്റും ഇന്നർ ലെയർ ഇന്നർ സെൽമാസുമാണ്. അപ്പം ആ ഇന്നർ സെൽമാസിനെയാണ് നമ്മൾ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. അതിന് എല്ലാ ടൈപ്പ് ടിഷ്യൂസുകളും ഓർഗൻസുമായിട്ട് മാറാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടുന്നത് ഇന്നർ സെൽമാസ് എന്നാണ് ഫില്ല് ചെയ്യേണ്ടുന്നത്. ഇന്നർ സെൽമാസ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് ഫില്ല് ചെയ്യേണ്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ സെമിനൽ പ്ലാസ്മ എലോങ് വിത്ത് സ്പേം കോൺസ്റ്റിറ്റ്യൂട്ട്. സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടെ ചേരുമ്പോഴാണ് സെമൻ ഉണ്ടാകുന്നത്. സെമൻ. ഹൗ മെനി സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 100 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പെർമാറ്റോഗോണിയം ഡിപ്ലോയിഡ് ആണ്. അതിൻ്റെ മൈറ്റോട്ടിക് ഡിഫറൻസിയേഷൻ നടന്ന് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാവും. അത് ഡിപ്ലോയിഡ് തന്നെയാണ്. അപ്പം പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 2 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് വെച്ചുണ്ടാവും. ഓരോ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് വരും. ഇപ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേമ ഉണ്ടാകുന്നത്. ഇപ്പോൾ 100 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉള്ളത് കൊണ്ട് 100 × 4, അപ്പം 400 സ്പേമാണ് ഉണ്ടാകുന്നത്. 400, മനസ്സിലായോ? 100 പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പേമ ഉണ്ടാകുന്നത്? ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എന്തോ ഉണ്ടാവും, 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് വരും. അപ്പോൾ 2 എണ്ണം ആകുമ്പോൾ 4 എണ്ണം വരും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഇത് ഉണ്ടാകുന്ന സ്പേമിൻ്റെ എണ്ണം 4 പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന്. അപ്പോൾ 100 × 4, 100 എണ്ണം ഉള്ളതുകൊണ്ട് അപ്പോൾ എത്ര നമ്പർ തരുന്നോ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ 4 സ്പേം ഉണ്ടാവും നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ എത്ര ടൈപ്പ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് തന്നാലും അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 100 എണ്ണം പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പേം ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 100 × 4 400 ആണ് വരുന്നത്. ദ എംബ്രിയോ വിത്ത് 80 to 60 ബ്ലാസ്റ്റോമിയർ ഈസ് കോൾഡ്. സ്പേമും ഓവവും കൂടെ ഫ്യൂഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ടിന് റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. അതിന് നമ്മൾ ക്ലീവേജ് എന്ന് പറയും. 2 ആകും, 4 ആകും, 8 ആകും, 16 ആകും. ദ എംബ്രിയോ വിത്ത് 80 to 60 ബ്ലാസ്റ്റോമിയറുള്ള എംബ്രിയോ നമ്മൾ പറയുന്ന പേര് മോറുല എന്നാണ്. മോറുല. ദ എംബ്രിയോ വിത്ത് 8 to 16 വരെ ബ്ലാസ്റ്റോമിയറുള്ള എംബ്രിയോയെ മോറുല എന്നാണ് പറയുന്നത്. ഇവിടെ മോറുലയാണ് ഫില്ല് ചെയ്യേണ്ടുന്നത്. ദ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് വിച്ച് ഹോർമോൺ ആക്ട് ആസ് ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻസ് ഓഫ് 2 ഗൊണാഡോട്രോപ്പിൻ ലൂട്ടിനൈസിങ് ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഏത് ലെവൽ ഹോർമോൺസിൻ്റെ ഇൻക്രീസ് ആണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഏത് ഹോർമോണാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ
സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത്? ഗൊണാഡോട്രോപ്പിക് റിലീസിങ് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആയിട്ടുള്ള ഗൊണാഡോട്രോപ്പിക് റിലീസിങ് ഹോർമോൺ ഓർ GnRH എന്ന് നമ്മൾ പറയും, കോമൺലി കോൾഡ് GnRH or gonadotrophic releasing hormone stimulate the secretions of two gonadotropin and gonadotropin secrete luteinizing hormone, follicle stimulating hormone. Luteinizing hormones ലേഡിക് സെൽസിൽ ആക്ട് ചെയ്തിട്ട് ആൻഡ്രജൻ ഉണ്ടാക്കും. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ഫോളിക്കിൾ സെൽസിലാണ് ആക്ട് ചെയ്യുന്നത്. സ്പെർമാറ്റോജെനിസിന് കാരണമായിട്ടുള്ള ചില ഫാക്ടേഴ്സുകളെ ഉണ്ടാക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ ദ സെക്ഷണൽ വ്യൂ ഓഫ് ഹ്യൂമൻ ഓവറി. ഹ്യൂമൻ ഓവറിയുടെ സെക്ഷണൽ വ്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ലേബൽ, ഫോളിക്കുലാർ സ്റ്റേജ്, ഓവം ആൻഡ് കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ ഇവിടെ നിന്ന് പല ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. Draw the structure of Graafian follicle. The cavity presence in the follicle is called antrum. ഏത് ഫോളിക്കിൾ ആണെന്ന് ചോദിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഓവറിയുടെ ക്രോസ് സെക്ഷൻസ് ആ തന്നിരിക്കുന്നത്. ബ്ലഡ് വെസൽസുകളൊക്കെ പോകുന്നുണ്ട്. ഈ കാണിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യും. ഇത് പ്രൈമറി ഫോളിക്കിളാണ്. ആദ്യത്തേത് പ്രൈമറി ഫോളിക്കിളാണ്. പിന്നെ പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറും. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഫോളിക്കിൾസ് എന്ന് പറയുന്നത് ടെറിഷറി ഫോളിക്കിൾ വിത്ത് ആൻഡ്രം. ആൻഡ്രം എന്ന് പറയുന്ന ക്യാവിറ്റി ഉണ്ടാകുന്നത് ആദ്യം പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവും, അത് ഡെവലപ്പ് ചെയ്ത് സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടാവും. നമുക്കിവിടെ ലേബൽ ചെയ്യേണ്ടുന്നത് ഫോളിക്കുലാർ സ്റ്റേജ്. അപ്പോൾ പ്രൈമറി ഫോളിക്കിൾ, ഇത് സെക്കൻഡറി ഫോളിക്കിൾ, മൂന്നാമത്തത് ടെറിഷറി ഫോളിക്കിൾ. അതിൻ്റെ ക്യാവിറ്റി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ടെറിഷറി ഫോളിക്കിൾ വിത്ത് ആൻഡ്രം എന്ന് എഴുതണം. ആ ക്യാവിറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതണം, ടെറിഷറി ഫോളിക്കിൾ വിത്ത് ആൻഡ്രം. ഇത് മെച്യൂർ ഫോളിക്കിളാണ്, അതിനെ നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നാണ് പറയുന്നത്. ആ ക്വസ്റ്റ്യൻസ് അവിടെ കംപ്ലീറ്റ് ആയി. ലേബൽ ഫോളിക്കുലാർ സ്റ്റേജ്, എല്ലാ ഫോളിക്കുലാർ സ്റ്റേജും നമ്മൾ ലേബൽ ചെയ്യണം. പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെറിഷറി ഫോളിക്കിൾ വിത്ത് ആൻഡ്രം, ഗ്രാഫിയൻ ഫോളിക്കിൾ. അത് മെച്ചർ ഫോളിക്കിളെയാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ആ ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്ചറായി കഴിഞ്ഞിട്ട് അത് റപ്ചർ ചെയ്തിട്ട് അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഇതാണ് ഓവം. ഓവവും നമ്മൾ മാർക്ക് ചെയ്യണം, ലേബൽ ചെയ്യണം. ഓവുലേഷൻ കഴിഞ്ഞ ശേഷം റെമനന്റ് ഓഫ് ദി ഓവുലേഷൻ കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ യെല്ലോ കളർ സ്ട്രക്ചറായിട്ട് മാറി. ഫെർട്ടിലൈസേഷൻ ഡസ് നോട്ട് ഒക്കർ, ദ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്. ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യും. അപ്പോൾ ഓവുലേഷൻ നടന്ന ശേഷം ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസിന്റെ ബാക്കിയുള്ള ഭാഗം മഞ്ഞ കളർ സ്ട്രക്ചറായിട്ട് മാറും. അതാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയും. കോർപ്പസ് ലൂട്ടിയം. അപ്പോൾ ആ കോർപ്പസ് ലൂട്ടിയം ഒരു യെല്ലോ കളർ സ്ട്രക്ചർ ആണ്. ഈ കോർപ്പസ് ലൂട്ടിയത്തിന് സെക്രീഷനുള്ള കഴിവുണ്ട്. വിച്ച് ഹോർമോൺ സെക്രീറ്റ് കോർപ്പസ് ലൂട്ടിയം എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയും ചോദിക്കുമ്പോൾ നമ്മൾ പ്രൊജസ്ട്രോൺ എന്നാണ് എഴുതേണ്ടത്. പ്രൊജസ്ട്രോൺ. അതുകൊണ്ടാണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ 4ാമത്തെ ഫേസിനെ നമ്മൾ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ലൂട്ടിയൽ ഫേസ്. അതിന് പ്രൊജസ്ട്രോൺ ഹോർമോൺ സെക്രീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെക്രീറ്ററി ഫേസ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി അടുത്തത്, ഗിവൺ ബിലോ ഈസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻസ് ഓഫ് ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റ്. ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻസ് തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ ഡയഗ്രാം ഒബ്സർവ് ചെയ്തിട്ട് താഴെ പറയുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ എഴുതണം. ഐഡന്റിഫൈ എ ആൻഡ് ബി. എ എന്ന് പറയുന്നത് ഇന്നർ സെൽ മാസ് ആണ്. എയും ബിയും ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. എ അകത്തുള്ള കോശമാണ്, അതിനാണ് ടോട്ടിപെട്ടൺ സെൽസ് ഓർ സ്റ്റെം സെൽ എന്ന് പറയുന്നത് ഇന്നർ സെൽ മാസ്. ബി പുറത്തുള്ള ലെയർ ആണ്, അതിനെ ട്രോപ്പോബ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. ഔട്ടർ ലെയർ ട്രോപ്പോബ്ലാസ്റ്റ്. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് എ ആൻഡ് ബി. എയുടെ ഫങ്ഷൻ, ഇറ്റ് ഗീവ് റൈസ് ടു ഓൾ ഓർഗനായി. ടോട്ടിപൊട്ടൻ സെൽ ഓർ സ്റ്റെം സെൽ ആണ് എ എന്ന് പറയുന്നത്. Totipotents or stem cells, they give rise to all organs and organ system. B the functions, it attach the trophoblast or outer layer, attach it to the uterine endometrium. Uterine endometrium attach the trophoblast attached to the uterine endometrium. Uterine endometrium attach. Implantations സഹായിക്കും. ഇംപ്ലാന്റേഷൻസിന് സഹായിക്കുന്നത്, ഇംപ്ലാന്റ് ചെയ്യുന്നത് ആ ലെയർ വന്നാണ് എൻഡോമെട്രിയത്തിനകത്തേക്ക്, യൂട്രസ് എൻഡോമെട്രിയത്തിനകത്തേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ഇംപ്ലാന്റേഷൻസ് ഓഫ് ദി എംബ്രിയോയ്ക്ക് ഔട്ടർ ലെയറായ ട്രോപ്പോബ്ലാസ്റ്റ് ആണ് സഹായിക്കുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സ്പെർമാറ്റിഡ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അത് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകണം. ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേം ഉണ്ടാവുമ്പോൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 2 സ്പേമേ ഉണ്ടാകത്തുള്ളൂ. കാരണം ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓരോന്നിനും 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 2 ഉണ്ടാകുന്നത്. എപ്പോഴും പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 ഉണ്ടാകുന്നത്. മുമ്പേ 100 പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പേം ഉണ്ടാകും എന്ന് ചോദിച്ചു. അതുപോലെ ഇവിടെ 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പെർമാറ്റിഡ് ഉണ്ടാകുന്നത്. സ്പെർമാറ്റിഡ് ആണെങ്കിൽ ആദ്യം ഉണ്ടാകുന്നത് സ്പെർമാറ്റിഡ് ആണ്. സ്പെർമാറ്റിഡ് ട്രാൻസ്ഫോം ചെയ്താണ് സ്പേമായിട്ട് മാറുന്നത്. സ്പെർമാറ്റിഡ് ആണെങ്കിലും സ്പേം ആണെങ്കിലും ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 എണ്ണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 25 ആകുമ്പോൾ 25 × 4 14 20, 4 2 8 2 10, അപ്പോൾ 100 എണ്ണമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 100 സ്പെർമാറ്റിഡ് ആണ് ഉണ്ടാകുന്നത്. ഈ സ്പെർമാറ്റിഡ് ചോദിച്ചാലും സ്പേം ചോദിച്ചാലും ഒന്ന് തന്നെ. കാരണം സ്പെർമാറ്റിഡ് ചേഞ്ച് ചെയ്ത് ഫങ്ഷണൽ സ്പേം ആയി മാറും. ആദ്യം സ്പെർമാറ്റിഡ് ഉണ്ടാകുന്നത്. ഇമ്മച്ചുർ ആയിട്ടുള്ള സ്പേമിന്റെ ഫോമാണ് സ്പെർമാറ്റിഡ്. അപ്പോൾ സ്പെർമാറ്റിഡ് ആയാലും സ്പേം ആയാലും പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 4 സ്പെർമാറ്റിഡ് അല്ലെങ്കിൽ 4 സ്പേമിനെയാണ് നൽകുന്നത്. നെക്സ്റ്റ്, LH surge induces the rupture of Graafian follicle. Which gland produce LH and in which day LH surge happens? ലൂട്ടിനൈസിങ് ഹോർമോൺസ് ഏത് ഗ്ലാൻഡാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഗൊണാഡോട്രോപ്പിക് റിലീസിങ് ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഏത് ഗ്ലാൻഡാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇൻ വിച്ച് ഡേ LH സർജ് ഒക്കേർ ചെയ്യുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞത് തന്നെയാണ്. 14th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 14th ഡേയിലാണ്. അതുകൊണ്ടാണ് ആ LH സർജ്, LH ഓർ ലൂട്ടിനൈസിങ് ഹോർമോൺസ് മാക്സിമം ലെവലിൽ പിറ്റ്യൂട്ടറി ഹോർമോണായ ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും അതിൻ്റെ മാക്സിമം പീക്ക് ലെവൽ അറ്റൈൻ ചെയ്യും. സോ ദിസ് attain the maximum peak level in the 14th day of the menstrual cycle. That is called LH surge. LH surge helps for the rupturing of Graafian follicle. അങ്ങനെ ലെവൽ കൂടുന്നതുകൊണ്ടാണ് മെച്ചുറായ ഫോളിക്കിൾ പൊട്ടിയിട്ട് അതിൽ നോവം റിലീസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓവുലേഷൻസിന് LH surge is essential. Right, the role of LH in male. മെയിലിനകത്ത് ലൂട്ടിനൈസിങ് ഹോർമോൺസിന്റെ റോൾ എന്ന് വെച്ചാൽ it act on Leydig cells ആക്ട് ചെയ്തിട്ട് ടു സെക്രീറ്റ് മെയിൽ ഹോർമോൺ കാൾഡ് ആൻഡ്രോജൻ. ആൻഡ്രോജൻ എന്ന് പറയുന്ന മെയിൽ സെക്സ് ഹോർമോൺ ഉണ്ടാക്കും. ലൂട്ടിനൈസിങ് ഹോർമോൺസിൽ മെയിലുള്ള റോളാണ്. ഇറ്റ് ആക്ട് ഓൺ ലേഡിക് സെൽസ് ഓർ ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസിൽ ആക്ട് ചെയ്തിട്ട് ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യും. ആൻഡ്രോജൻ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ദാറ്റ് ഇസ് എ ഫങ്ഷൻസ് ഓർ റോൾ ഓഫ് LH. നെക്സ്റ്റ്, ഫെർട്ടിലൈസേഷൻസിനകത്ത് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സീക്വൻസ്. കറക്റ്റായ സീക്വൻസ് കണ്ടുപിടിക്കണം. ഫെർട്ടിലൈസേഷൻ നടന്ന സൈഗോട്ട് ഉണ്ടാകും. സൈഗോട്ടിൽ നിന്ന് ബ്ലാസ്റ്റുല, മൂർല, ക്ലീവേജ്. അപ്പോൾ ആ ഓർഡർ ഫെർട്ടിലൈസേഷൻ സ്പേമും എങ്ങും കൂടി ഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫെർട്ടിലൈസേഷൻ നടക്കും. അതിന് നമ്മൾ ഫെർട്ടിലൈസേഷൻ്റെ പ്രോഡക്റ്റ് നമ്മൾ പറയുന്ന പേര് സൈഗോട്ടാണ്. ആ സൈഗോട്ടിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. അതിന് ക്ലീവേജ് എന്നാണ് പറയുന്നത്. ക്ലീവേജ് നടന്നിട്ട് 2 ആകും, 4 ആകും, 8 ആകും, 16 ആകും. 8 തൊട്ട് 16 വരെയുള്ള സ്റ്റേജ് ബ്ലാസ്റ്റോമിയ സെൽസിനെ നമ്മൾ മോറുല എന്നാണ് പറയുന്നത്. മോറുലായിൽ നിന്നും ബ്ലാസ്റ്റുലയാകും, ബ്ലാസ്റ്റോസിസ്റ്റ് ഉണ്ടാകും. ബ്ലാസ്റ്റോസിസ്റ്റിൽ നിന്ന് വന്നാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അപ്പം ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട്, ക്ലീവേജ്, മോറുല, ബ്ലാസ്റ്റുല, ഇംപ്ലാന്റേഷൻ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഇംപ്ലാന്റ് ചെയ്യുന്നത് ഇംപ്ലാന്റേഷൻസിൽ. ബ്ലാസ്റ്റുല എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലാസ്റ്റോസിസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലാസ്റ്റുല ഓർ ബ്ലാസ്റ്റോസിസ്റ്റ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, മാച്ച് ദ കോളം ബി ആൻഡ് സി വിത്ത് കോളം എ. കോളം എ ഉണ്ട്, കോളം ബി ഉണ്ട്, കോളം സി ഉണ്ട്. അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓവുലേഷൻസ് നടക്കുന്നത് എവിടെയാണെന്ന്, ഗ്രാഫിയൻ ഫോളിക്കിളാണ്. ഓവുലേഷൻസ് നടക്കുന്നത് ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നാണ്. ഓവുലേഷൻ അത് ഹോർമോൺ സഹായിക്കുന്നത് LH ആണ്. ഓവുലേഷൻ, ഗ്രാഫിയൻ ഫോളിക്കിൾ, LH ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. നമ്മൾ പറഞ്ഞതാണ് LH സർജ് നടക്കുമ്പോഴാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടി
ഓവം റിലീസ് ചെയ്യുന്ന ഓവുലേഷൻ നടക്കുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിനകത്താണ്. അതിന് സഹായിക്കുന്ന ഹോർമോൺസ് പ്രൊജസ്ട്രോൺ ആണ്. പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. അടുത്തത് ജസ്റ്റേഷൻസിന് നടക്കുന്നത് ജസ്റ്റേഷൻ പീരീഡ് നടക്കുന്നത് യൂട്രസിനകത്താണ്. അപ്പോൾ ജസ്റ്റേഷണൽ പീരീഡിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസി ഹോർമോണാണ് HCG ഓർ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഇതാണ് ഓവുലേഷൻസ്, ഗ്രാഫിയൻ ഫോളിക്കിൾ, LH, ഇംപ്ലാന്റേഷൻസ്, എൻഡോമെട്രിയം, പ്രൊജസ്റ്ററോൺ, ജസ്റ്റേഷൻസ്, യൂട്രസ്, HCG. ഇങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് റൂം ഡിസ്കഷൻ a student said that the sex of the baby is determined by the father. Analyze the statement and give a reason for it. ഒരു ക്ലാസ് റൂം ഡിസ്കഷനകത്ത് ഒരു ബേബിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഫാദർ ആണെന്നൊരു കുട്ടി പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുക, അതിനുള്ള കാരണം എഴുതുവാണ്. കറക്റ്റാണ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. ദ സെക്സ് ഓഫ് ദ പെറ്റേണിറ്റി ഓഫ് ദ ചൈൽഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ father. Why it is determined by father? Father 2 type of chromosomes ഉള്ള sperm produce ചെയ്യും. X bearing chromosome ഉള്ള sperm ഉണ്ട്, Y bearing chromosome ഉള്ള sperm ഉണ്ട്. അപ്പം പേരൻസ് മെയിൽ, ഫാദറിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് 44A plus XY ആണ്. 44A plus XY. മദറിന്റെ genetic constitutions 44A plus XX ആണ്. ദാറ്റ് ഇസ് എ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതിന് ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണ്. അപ്പോൾ ബോഡിയെ ഡിറ്റർമിൻ ചെയ്യുന്നത് 44A ക്രോമസോംസ് ആണ്. അതിൽ നിന്ന് രണ്ടായിട്ട് മാറും ഹെട്രോസൈഗസ് കണ്ടീഷൻ ആയതുകൊണ്ട്. ഗ്യാമേറ്റ്സ്, രണ്ട് തരത്തിലുള്ള ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. മെയില് X ക്രോമസോം ഉള്ള സ്പേമും ഉണ്ട്, Y ബിയറിംഗ് ക്രോമസോം ഉള്ള സ്പേമും ഉണ്ട്. 22A plus X ആൻഡ് 22A plus Y. ഗ്യാമേറ്റ്സ് എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഒരു സർക്കിളിൽ വരച്ചെഴുതും. ഇവിടെ ഹോമോസൈഗസ് കണ്ടീഷൻ ആയതുകൊണ്ട് ഓൺലി ഒരു ടൈപ്പ് ക്രോമസോംസ് മാത്രമേ അമ്മയിൽ ഉണ്ടാവൂ. 22A plus X. 22A plus X. The father X ബിയറിംഗ് ക്രോമസോം ആണ് മദറിന്റെ ഓവുമായി ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ 44A plus XX ചൈൽഡ് ഫീമെയിൽ ആണ്. ഫാദറിന്റെ സ്പേമിലെ ബൈ ബിയറിംഗ് ക്രോമസോം ഉള്ള സ്പേം ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ 44A plus XY അത് മെയിൽ ചൈൽഡ് ആണ്. ഇഫ് ദ ചൈൽഡ് ഈസ് ഐദർ മെയിൽ ഓർ ഫീമെയിൽ, ദ മദർ ട്രാൻസ്മിറ്റ് X ക്രോമസോം ഉള്ളി. കുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അമ്മയിൽ നിന്ന് X ക്രോമസോം തന്നെ കിട്ടും. അപ്പം Y ക്രോമസോമാണ് ഉള്ള സ്പേമും ഉണ്ട് അച്ഛനിൽ, അതുപോലെ X ക്രോമസോം ബിയറിംഗിലുള്ള സ്പേമും ഉണ്ട്. പെൺകുട്ടിയാണെങ്കിൽ അച്ഛനിൽ നിന്നുള്ള X ബിയറിംഗ് ക്രോമസോമും അമ്മയിലുള്ള X ക്രോമസോം കൂടെ ചേർന്നിട്ട് 44A plus XX. ദാറ്റ് ഇസ് ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദി ഫീമെയിൽ ചൈൽഡ്, ദാറ്റ് ഈസ് 44A plus XS. ആൻഡ് Y ക്രോമസോം ആണ് ബിയറിംഗ് സ്പേമാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ 44A plus XY, ദാറ്റ് ഇസ് ദ ചൈൽഡ് ഈസ് മെയിൽ. സോ ദ സെക്സ് ഓഫ് ദ പെറ്റേണിറ്റി ഓഫ് ദ ചൈൽഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഫാദർ. അതുകൊണ്ട് ഫാദറാണ് ഒരു കുട്ടിയുടെ സെക്സ് ഓർ ബേബിയുടെ ഓർ ചൈൽഡിൻ്റെ സെക്സ് ഓഫ് ദ പെറ്റേണിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഏത് ടൈപ്പ് സ്പേം, അമ്മയിൽ നിന്നും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും X ക്രോമസോമാണ്. ഓക്കെ, നെക്സ്റ്റ് പരീക്ഷയ്ക്ക് എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് പ്ലാസൻഡ. വാട്ട് ആർ പ്ലാസൻഡ? Write the functions of placenta, or what is placenta? Placenta is the structural and functional unit between maternal body and fetal body. Maternal bodyയും fetal ബോഡിയും തമ്മിലുള്ള ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷനെയാണ് പ്ലാസൻഡ എന്ന് പറയുന്നത്. പ്ലാസൻഡ ഓൾസോ
act as an endocrine tissues or endocrine gland and produces several hormones. ഒരുപാട് ഹോർമോൺസുകൾ പ്ലാസൻഡ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നെയിം എനി ടു പ്ലാസെന്റൽ ഹോർമോൺ, ഏതെങ്കിലും രണ്ട് ഹോർമോൺ എഴുതിയാൽ മതി. ഒന്ന് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് HCG ഓർ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HPL ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻസ്, പ്രൊജസ്റ്ററോൺ, ഈസ്ട്രോജൻ. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ അതുപോലെ റിലാക്സിൻ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ ആൻഡ് റിലാക്സിൻ ഇതെല്ലാം സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഈ 4 ഉള്ളതിൽ ഏതെങ്കിലും 2 ഹോർമോൺസുകളുടെ പ്ലാസെന്റൽ ഹോർമോൺസുകളുടെ പേര് എഴുതുക. റൈറ്റ് 2 ഫങ്ഷൻസ് ഓഫ് പ്ലാസെന്റ, പ്ലാസെന്റയുടെ 2 ഫങ്ഷൻ അതർ ദാൻ എൻഡോക്രൈൻ ഫങ്ഷൻ. എൻഡോക്രൈൻ ഫങ്ഷൻ ഒഴികെയുള്ള ഫങ്ഷൻസ് എഴുതണം. ഒന്നാമത്തെ ഫങ്ഷൻസ്, ഇറ്റ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ and essential nutrients from maternal body to fetus. Essential nutrients from maternal body to fetus. അമ്മയുടെ ശരീരത്തിൽ നിന്നും കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും എസെൻഷ്യൽ ന്യൂട്രിയൻസും ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ്, കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇറ്റ് റിമൂവ്സ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഫ്രം എക്സ്ക്രീറ്ററി വേസ്റ്റ് ഫ്രം ഫീറ്റസ് ടു മദർ. കുഞ്ഞിൽ നിന്നുണ്ടാകുന്ന എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് അമ്മയിലേക്ക് കൊണ്ടുവരുന്നത് ഈ പ്ലാസൻ്റെയാണ്. ഇറ്റ് റിമൂവ് എക്സ്ക്രീറ്ററി വേസ്റ്റ് ഫ്രം ഫീറ്റസ് ടു മദർ. Okay, that is a functions of placenta, 2 functions of placenta. ഇതാണ് പ്ലാസൻ്റയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതേപോലെ അവിടെ നമുക്ക് പാർച്ചുറേഷൻസ് ഓർ ലേബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേബർ പാർച്ചുറേഷൻസ് ഒരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസമാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സിൽ ഒരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ന്യൂറൽ സിസ്റ്റവും നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസും പ്ലാസൻ്റെ ഒരു മൈൽഡ് യൂട്രിൻ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡെലിവറി സമയത്ത് യൂട്രസിൻ്റെ സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺസ് ആണ് ഓക്സിറ്റോക്സിൻസ്. സംടൈംസ് ഡോക്ടർ ഇൻജെക്ട് ഓക്സിറ്റോക്സിൻ ടു ഇൻഡ്യൂസ് നോർമൽ ഡെലിവറി. ഓക്സിറ്റോക്സിൻ്റെ ലെവല് ബ്ലഡിൽ കുറവാണ് എങ്കിൽ നോർമൽ ഡെലിവറി സാധ്യമാകില്ല. അപ്പോഴത്തേക്കും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓക്സിറ്റോക്സിൻ കുത്തിവെക്കാറുണ്ട്. ഓക്സിറ്റോക്സിനെ നമ്മൾ ബർത്ത് ഹോർമോൺസ് എന്നാണ് പറയുന്നത്. ബർത്ത് ഹോർമോൺസ്, പ്രഗ്നൻസി സുഗമമാക്കുന്ന ഹോർമോൺസ് ഓർ ബർത്ത് ഹോർമോൺസ്. Okay, thank you.